പുതിയ ഒരുപാട് സ്ഥാപനങ്ങൾ ഒന്നിച്ച് തിരക്കുണ്ടാവും. പോരാ എന്നുള്ള 24 മണിക്കൂർ പോരാന്നുള്ള തോന്നലാണ് അധികം. കാരണം പിന്നെ ഒരു രാവിലെ 9:30-10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഹോസ്പിറ്റല് മുഖ്യജി ഓർഫനേജ് ഹോസ്പിറ്റല് അവിടെ ഓഫീസും കാര്യങ്ങളും അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ 1 മണിയാകുമ്പോഴത്തേന് എത്തിങ്ങാനയുടെ ഓഫീസിലെത്തും. അവിടെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥാപനങ്ങളുടെയും എത്തിങ്ങാനയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം മുഴുവൻ സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ ഒക്കെ റെക്കോർഡ് ഫയൽസും കാര്യമൊക്കെ സൈൻ ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് വർക്കുകളുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏകദേശം 4 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് പോകാറ്. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് 4-5 മണിൻ്റെ ശേഷമൊക്കെ പിന്നെ വരണമെങ്കിൽ വരേണ്ട അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതായിരുന്നാലും നല്ല രീതിയിൽ സ്ഥാപനം ഞാൻ 14-ാമത്തെ വർഷമാണ് ഈ എത്തിങ്ങാൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത്. കുഞ്ഞാജോജിയുടെ കുഞ്ഞാജോജിൻ്റെ ശേഷം അദ്ദേഹം സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിൻ്റെ ശേഷം 2011 അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. ഇത് കഴിഞ്ഞ് 2012 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ 2024-12 14 വർഷമാണ് തോന്നുന്നില്ല. 14 വർഷത്തോളം 13 വർഷം 12-13 വർഷമായി. MK ഹാജിയുടെ ഒരു പുസ്തകം രചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പിന്നെ ഒരു പുസ്തകത്തിന്റെ ഒരു കുറവുണ്ട് എന്ന് പല അക്കാഡമിഷ്യന്മാരും പറഞ്ഞു. ഇത് എത്ര കൊടുക്കുക നടക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇത് പഠനം നടത്താൻ ഉദ്ദേശിച്ചത് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യാം. അപ്പോ അതിൽ MK ഹാജിയെ ബന്ധപ്പെട്ട് പിന്നെ കുറെ ഓർമ്മകൾ ഉണ്ടാവും. വാപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ. അപ്പൊ ഞങ്ങളുടെ പിന്നെ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്തൊരു ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്ന് ഏകദേശം MKജിന്റെ ഈ ഓർഫനേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു 2002 അദ്ദേഹത്തിന്റെ 2.5 വയസ്സിൽ അദ്ദേഹം എത്തിമാവുകയാണ്. ആ രീതിയിലൊക്കെ ചരിത്രങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ പല രീതിയിലും വന്നതാണ്. പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ഉപ്പ MK ഹാജിയെ കുറിച്ചുള്ള ഞാൻ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എൻ്റെ ഓർമ്മയിലുള്ള ഞാൻ പങ്കുവെക്കാം. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പ്രവർത്തിച്ചിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ 5-6 വയസ്സ് മുതൽ ഓർമ്മയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കായിക നിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ നിന്നാണ് MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പോൾ മഞ്ചേരിയിൽ നിന്നാണ് ആദ്യമായിട്ട് MP ആയിട്ട് എന്നോടൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഇവിടെ ചെന്നൈയിൽ നിന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മദിരാശിയാണ് ഇന്ന് ചെന്നൈ ആയതാണ്. വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് താമസമൊക്കെ അധികം വീട്ടിൽ തന്നെയാണ്. താമസമൊക്കെ വീട്ടിൽ നിന്നാണ്. ഞാൻ ഒരുപാട് സമയം ഇസ്മായിൽ സാഹിബിനെ ഞാൻ രാവിലെ ഇവര് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഉപ്പ കിടക്കുന്ന കട്ടിലില് ഇസ്മായിൽ സാഹിബും ഉപ്പ വേറെ ഒരു റൂമിലെ കട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ചായ കുടിക്കുമ്പോൾ ഉപ്പാന്റെ ഒക്കെ ബിസ്ക്കറ്റൊക്കെ ഉപ്പാന്റെ കുട്ടിക്കാലല്ലേ നമ്മളെ ചെന്നൈയിൽ നമുക്ക് ഗോൾഡൻ ബേക്കറി ഹോട്ടലുകളൊക്കെ ഉള്ള സമയം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഉപ്പ എടുത്ത് തരും. അപ്പോൾ ഞങ്ങൾ പോയി ചായയും ബിസ്ക്കറ്റൊക്കെ ചെന്നിട്ട് മദ്രസയിലൊക്കെ പോയത്. അങ്ങനെ അതിനു വേണ്ടി ചെന്ന് ഞാൻ തോണ്ടി വിളിച്ചപ്പോൾ ഉപ്പല്ല, അത് ഇസ്മായിൽ സാഹിബാണ് അവിടെ. ഇപ്പൊ മറ്റേ ഇങ്ങപ്പുറത്തൊരു കട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ വാഫിഖി തങ്ങള് അടുത്ത സുഹൃത്തുക്കളാണ്. അതെ, അത് എന്നെ പ്രസവിച്ച അന്ന് വീട്ടില് വാഫിഖി തങ്ങൾ വന്നപ്പോ ഉപ്പ പറഞ്ഞു എനിക്കൊരു ആൺകുട്ടി ഇറന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിന് തങ്ങളൊരു പേര് ഇടണം. അപ്പോ തങ്ങള് എന്റെ പേരെന്നെ ആവട്ടെ, അബ്ദുറഹ്മാൻ ആവട്ടെ. അങ്ങനെയാണ് ഞാൻ എനിക്ക് അബ്ദുറഹ്മാൻ. പക്ഷെ ബാബ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ എന്റെ പേര് അബ്ദുറഹ്മാനാണ്. അതെ അതെ അതെ. അതേപോലെ ബാബ തങ്ങളൊക്കെ വീട്ടിൽ പിന്നെ വീട്ടിലൊക്കെ വരുമ്പോ
1970-ലാണല്ലോ 73-ലാണ് 73-ലാണ് ബാപ്പത്തങ്ങൾ മരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. 1973 ഹജ്ജിന് പോയപ്പോൾ അവിടെ നിന്നാണ് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നമ്മളൊരു 13-14 വയസ്സ് വരെയുള്ള എൻ്റെ അദ്ദേഹത്തോടുള്ള ഒരു ഓർമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വന്നാൽ ഉപ്പ പിന്നെ ഈ ചെനക്കലപ്പള്ളിക്കൊക്കെയാണ് നിസ്കരിക്കാൻ നമ്മുടെ ഓറിയന്റൽ സ്കൂളിലൂടെ കൂടെ പോലെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അന്ന് കുളത്ത് മുഹമ്മദ് മല്ല ആയിരുന്നു അവിടുത്തെ പിന്നെ ഇമാമായിട്ട് നിൽക്കൽ ഇമാമ്. അദ്ദേഹം പറയുന്ന പിന്നെ ബാപ്പിത്തങ്ങളെ ഇമാമായിട്ടാണ് നമ്മളെല്ലാവരും നിസ്കരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഓർമ്മകൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ബാപ്പിത്തങ്ങളെ പറ്റി ഒരുപാട് 13-10 വർഷങ്ങളാണ് ബാപ്പിത്തങ്ങളെ ഓർമ്മകൾ ഉണ്ട്. അതുപോലെ തന്നെ മൊലീവ് സാഹിബും സിരി സാഹിബും ഒക്കെ ഞാൻ ജനിക്കുന്ന മുന്നേ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ 1961, ഒരാൾ 1964 മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരുപാട് പിന്നെ ലീഗ് നേതാക്കന്മാര് CH മുഹമ്മദ് കോയ സാഹിബ്, അതുപോലെ തന്നെ CD ഹാജി, അതുപോലെ തന്നെ മമ്മൂക്കൈ, പി അബൂബക്കർ സാഹിബ്, OK മുഹമ്മദ് കുഞ്ഞി സാഹിബ് കണ്ണൂര്, ഫോട്ടോസ് അവിടെ ത്യാനിലൊക്കെ വരുമ്പോഴുള്ള മീറ്റിങ്ങുകളും കാര്യമൊക്കെ വരുമല്ലോ. അതുപോലെ തന്നെ പാർട്ടി മീറ്റിങ്ങിലൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യമൊക്കെ കണ്ടിട്ടുണ്ട്. മദ്രാസിൽ ആദ്യം MK ഹാജിയാണ് നമ്മളെ ലീഗിന്റെ വലിയൊരു സമ്മേളനം നടത്തി. അതെ അതൊക്കെ ചിലപ്പോ നമ്മളൊക്കെ കുട്ടിക്കാലത്തിന് മുന്നായിരിക്കും. പക്ഷെ എനിക്കും ഞാനവിടെ ചെറിയ വെക്കേഷനിലൊക്കെ പോണ സമയത്ത് ഇവിടെ അഹ്ലെ ഹദീസിന്റെ ഒക്കെ മീറ്റിംഗ് ഒക്കെ നടക്കണപ്പോ ഇപ്പൊക്കെ അവിടെ ഉണ്ടാവില്ല. അപ്പൊ ആ സമ്മേളനത്തിനൊക്കെ നമ്മള് കുട്ടിക്കാലത്തൊക്കെ പോയ ഓർമ്മ ഉണ്ട്. അപ്പൊ അവിടെ ചെയ്യാണ്ട് അതിന്റെ സംവിധാനങ്ങളൊക്കെ മുഹമ്മദ് റഷാറിന്റെ മേലെ വെച്ചിട്ട് നടക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഈ 9 ഹോട്ടലുകളുണ്ടോ? ഇല്ല, ഞാന് ചെറിയ കുട്ടിയായിരിക്കും ഉണ്ടാവും. പക്ഷെ ഞാന് പിന്നെ മദിരാശിയിലേക്ക് പോകുന്നത് എൻ്റെ കോളേജ് PSM കോളേജിൽ എൻ്റെ പ്രീ-ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മദിരാശിയിലേക്ക് പോകുന്നത്. ആ സമയത്ത് പിന്നെ അവിടെ ഗോൾഡൻ ബേക്കറി ഉണ്ട്, പിന്നെ അഹമ്മദ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അറോമ എന്ന ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ചില ഹോട്ടലുകളൊക്കെ 1960 പിന്നെ നമ്മള് നിലമ്പൂരിലെ എടക്കര എന്ന സ്ഥലത്ത് എസ്റ്റേറ്റ് ഭൂമി വാങ്ങിയത്, അവിടുത്തെ പിന്നെ ഭൂമി വാങ്ങിയായിരുന്നു. അതിനെ എസ്റ്റേറ്റ് ആക്കി മാറ്റിയെടുത്ത്. അത് ആ സമയത്ത് അതിലേക്ക് ചില ഹോട്ടലുകളൊക്കെ വിറ്റെന്നാണ് ഞാൻ എൻ്റെ അറിവ്. ഞാനുള്ള സമയത്ത് ഈ 3 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഞാൻ MK ഹാജിയുടെ ഒരു കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിച്ചുണ്ടാക്കിയത്. MK ഹാജി ശേഷം അദ്ദേഹത്തിന്റെ വഫാത്തായ ശേഷം ഏതൊക്കെ സ്ഥാപനങ്ങൾ നമുക്ക് വന്നത്? കുഞ്ഞാദ് ഹാജി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹം 27 വർഷത്തോളം ജനറൽ സെക്രട്ടറി ആയിട്ട് ഉണ്ട്. ഒരു 40 വർഷത്തോളം ജനറൽ സെക്രട്ടറി UP ആയിട്ടുണ്ട്. അതിന് ശേഷം വന്ന കോളേജുകളിലൊക്കെ കോഴ്സുകൾ ഹോസ്പിറ്റൽ വന്നു. ഉപ്പാന്റെ ആഗ്രഹപ്രകാരമുള്ള ഹോസ്പിറ്റലിന് അദ്ദേഹത്തിന് അത് ഇനി എത്തിയാനൊക്കെ നമ്മളെ കുട്ടികൾക്കും പരിസര പ്രദേശത്തുള്ള നിർദ്ധരായ രോഗികൾക്കൊക്കെ അവരൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ വേണ്ടി ഒരു ഹോസ്പിറ്റല് നമുക്ക് ആവശ്യമാണെന്ന് ആഗ്രഹിച്ചു. ഒരു മീറ്റിങ്ങിൽ ഒരു വർക്കിംഗ് കമ്മിറ്റിയിലോ ജനറൽ ബോഡിയിലോട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് അദ്ദേഹം 1983 നവംബർ 5 മരിച്ചു. അപ്പൊ അതിനുശേഷം കുഞ്ഞാദോജിന്റെ നേതൃത്വത്തിൽ വന്ന ആ കമ്മിറ്റി അത് പൂർത്തിയാക്കാൻ കരടൻ മുഹമ്മദ് ഹാജിയും അതുപോലെ PH മുഹമ്മദ് ഹാജിയും CH ഇബ്രാഹിം ഹാജിയും കുഞ്ഞാദോജും അതുപോലെ തന്നെ അന്ന് ഉള്ള ഒരു പ്രമുഖരായ ഭാരവാഹികൾ ഏറ്റെടുത്ത് നമ്മൾ മദ്രാസിലൊക്കെ പോയി അതിനെ കലക്ഷൻ നടത്താൻ ഞാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് മറ്റൊക്കെയുള്ള അദ്വൈജിനെ പോലത്തുള്ള ആളുകൾ, പിന്നെ CH ഇബ്രാഹിം ഹാജിയും ഷെയ്ഖ് സാഹിബൊക്കെ അന്ന് ആ കലക്ഷന് വേണ്ടിയൊക്കെ അവിടെയൊക്കെ പോയിരുന്നു. അങ്ങനെ അത് ആ ഒരു ആഗ്രഹം 86 തുടങ്ങി. പക്ഷെ 96 10 വർഷത്തിന് ശേഷമാണ് അത് നമുക്കൊരു ഹോസ്പിറ്റലായിട്ട് അതില് പിന്നെ OP ഒക്കെ തുടങ്ങി അഡ്മിഷനൊക്കെ തുടങ്ങാൻ കഴിഞ്ഞു. അതിന് സാമ്പത്തിക പ്രയാസം കൊണ്ട് ഒരു 10 വർഷമായി. അത് 96 നമ്മളെ ഹോസ്പിറ്റല് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2005 അതില് ഒരു ജനറൽ നേഴ്സിംഗ് GNM കോഴ്സ് തുടങ്ങി.
2005 മുതലാണ് നഴ്സിംഗ് സ്കൂൾ തുടങ്ങിയത്. BSc നഴ്സിംഗ് ഇപ്പോൾ നമ്മൾ പിന്നെ എത്തിങ്ങാനയുടെ ഒരു സ്ഥലമുണ്ട്, അതായത് താഴെ കുളപ്പുറം, അവിടെ ഏകദേശം ഒരു BSc നഴ്സിംഗ് കോളേജിൻ്റെ അതിൻ്റെ പ്രൊജക്റ്റുമായി അതിൻ്റെ പിന്നെ വർക്ക് ബിൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2026 ആകുമ്പോൾ തന്നെ അതിൽ കുട്ടികളെ ചേർത്ത് അഡ്മിഷൻ കൊടുത്ത് സ്ഥാപനം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വേറെ സന്തോഷമുണ്ടല്ലോ, നമ്മളെ PSM കോളേജ് സ്വയംഭരണ. അതെ. ഈ വർഷമാണ് പിന്നെ PSM കോളേജ് ഓട്ടോണമസ് ആയിട്ട് കിട്ടിയത്. അതുപോലെ ഞങ്ങൾക്ക് A+ ഒക്കെ കിട്ടി 2022 ഏകദേശം. അത് ഒരുപാട് കോഴ്സുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ PSM കോളേജ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ ഒരു 1-ാം ക്ലാസ് മുതൽ ഏറ്റവും ഉയർന്ന ഒരു കോളേജ് ഇപ്പോ KG മുതൽ റിസർച്ച് സെന്റർ വരെ അതന്നെ, അത് KG തന്നെയാണ്. അതുപോലെ തന്നെ LP സ്കൂളിലും KG ഉണ്ട്. KG മുതൽ പിന്നെ റിസർച്ച് സെന്റർ വരെ ഇന്ന് PSM ഓർഫനേജിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ നല്ല രീതിയിൽ നല്ലൊരു താല്പര്യത്തിൽ കൂടി ഒരു ഓർഫനേജിന്റെ സ്ഥാപനം എന്ന താല്പര്യത്തോടു കൂടി തന്നെ ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ബോധ്യം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ നമ്മളൊക്കെ പറയല്ലോ, എൻ്റെ പിന്നെ റോൾ മോഡൽ എന്നൊക്കെ പറയും. റോൾ മോഡൽ എന്നൊക്കെ ആരാ പറയും? എൻ്റെ റോൾ മോഡൽ എൻ്റെ ഉപ്പന്നാണ്. അപ്പോൾ അത് കണ്ടു വളർന്ന ആളായതുകൊണ്ട് അവരെ പിന്നെ ഇവിടെ ഇട്ടേച്ച് പോയ എത്തിങ്ങാനും അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൂല്യങ്ങൾ ഇവിടെ വിട്ടേച്ച് പോയ ആ മൂല്യങ്ങൾ എത്ര കാലം ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നു, അത് ആ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കോക്കൂര് പറഞ്ഞിരുന്നല്ലോ, നിങ്ങളെ വീട് എത്തിങ്ങാന പോലെയാണ്. അതെ, നമ്മളെ ചെറുപ്പത്തില് ചുരുങ്ങിയതൊരു 10-30-35 ആള് അവിടെ ഉച്ചഭക്ഷണത്തിനും കൂടെ താമസിക്കാനൊക്കെ ഉണ്ടാവും. അതായത് കോക്കൂര് പറഞ്ഞ വളരെ കാര്യം. അപ്പോൾ അത് ഞാനും കോക്കൂരും ഒക്കെ ഒപ്പം പഠിച്ചവരെ SLC ഒക്കെ വരെ ഞാൻ എത്തിങ്ങാനില് പഠിക്കുമ്പോൾ ഞാൻ ഒരു സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി സ്കൂൾ ഇത് കഴിഞ്ഞ് ബുക്കൊക്കെ കൊണ്ടുവച്ച് നേരെ എത്തിങ്ങാൻ്റെ ഗ്രൗണ്ടിൽ വന്ന് ഫുട്ബോൾ കളിക്കലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ അതൊക്കെ തിന്നാനൊക്കെ വിശന്നെല്ലാം അതൊക്കെ പോയി തിന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഗ്രൗണ്ടിൽ ഫുട്ബോളൊക്കെ കളിക്കലും വോളിബോൾ കളിക്കലും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ചെയ്യാനുള്ള കുട്ടികളെ കൂടെ തന്നെയാണ് അധികം കളിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ അരിവ് സ്കെച്ച് വീട്ടിൽ പോകും. കൂടെ വളർത്തിയത് കഴിഞ്ഞ ദിവസം ഈ എത്തിങ്ങാലെ കുട്ടികളെ ജാഥയായിട്ട് ഇങ്ങനെ പോവാൻ ആ സമയത്ത് ഒരു കുട്ടിയെ ഏതോ ഒരാൾ ഉന്തി ദൂരത്ത് കാണുന്നു. അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് നീ എന്തിനാ ഈ കുട്ടിനെ ഉന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഉന്തി ആരാ ഉന്തി വീഴാൻ നോക്കുമ്പോ അബ്ദുസമ്മദാണ് മകനാ. അപ്പൊ എന്റെ മകനായതുകൊണ്ട് ഞാൻ നിന്നെ ചെയ്യുന്നില്ല, ഇത് വേറൊരു കുട്ടിയായിരുന്നു, ഇങ്ങനെ എത്തിൻകുട്ടിയായിരുന്നു, ഞാൻ നിന്നെ വിടുകയായിരുന്നു. അപ്പൊ എത്തിൻകുട്ടിയോട് മക്കളെക്കാട്ടും കുട്ടികളെ നമ്മളെ ഓരോ കുട്ടികളായിട്ട് ഇന്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ, അവരെ എത്തിൻകുട്ടികളെ കഴിഞ്ഞിട്ട് നമ്മളെ മക്കളൊക്കെ ഇപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എത്തിമക്കളും മറ്റേ സ്വന്തം മക്കളും വേർതിരിച്ചുള്ള നമുക്ക് യൂണിഫോം അല്ല അങ്ങനൊന്നല്ല. എന്റെ മുഖമക്കനൊക്കെ പെൺകുളം അതൊക്കെ മറ്റേ അല്ല വസ്ത്രങ്ങളൊക്കെ പിന്നെ ഒരു ഫെനത്തിലെ കുട്ടികളെ തന്നെ തൊപ്പിയൊക്കെ ഇട്ടിരുന്നു അല്ലെ, ആണുങ്ങളൊക്കെ തൊപ്പി ഇട്ടിരുന്നു. അപ്പൊ ആ ഒരു ഇതൊന്നും അങ്ങനെ നമ്മൾ തൊപ്പിടാനൊന്നും നിർബന്ധിച്ചിട്ടില്ല. ഇയാളുടെ കുട്ടികൾ യൂണിഫോം എന്നുള്ളതിലായിരിക്കാം സാധ്യത ഉണ്ട്. വേറെയുള്ള കാര്യത്തിലൊക്കെ പിന്നെ അങ്ങനെ ഒരു പാർഷ്വാലിറ്റി കാണിക്കാറില്ല. അത് എത്തിയാനുള്ള ആ കുട്ടികളുമായി തന്നെ നമ്മളെമായി തന്നെ എത്തിയാനുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിച്ചത്. അപ്പൊ പിന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, മുമ്പൊരു സ്ഥാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുളപ്പുറത്ത് ഒരു മുസ്ലിം ലീഗിൻ്റെ യോഗം നടത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, വളരെ പിന്നെ നടത്താൻ അനുവദിക്കാതിരിക്കുകയും അദ്ദേഹം നടത്തണമെന്ന് വളരെ ശക്തമായി ആഗ്രഹിക്കുകയും അത് നടത്തുകയും ചെയ്ത സംഭവം ഉണ്ടല്ലോ, ലീഗിൻ്റെ ഒരു വലിയ യോഗം, മഹായോഗം. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ഈ
തിരുവങ്ങാടി ഭാഗത്ത്, അതായത് കുളപ്പുറക്കുള്ള ആ ഭാഗത്ത് അടങ്ങുന്ന സ്ഥലത്തൊരു സമ്മേളനം നടത്തണം എന്നുള്ള വലിയ ആഗ്രഹം പാർട്ടിക്കുണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക്. അപ്പോൾ കുളപ്പുറത്താണ് അത് നടത്തേണ്ടത്. കുളപ്പുറത്ത് കോൺഗ്രസ് ആണ് അധികം ഉള്ളത്, കോൺഗ്രസ് ഉള്ളൂ അല്ലേ? ഉള്ളൂ. കുളപ്പുറത്ത് നടത്താൻ. അപ്പോൾ കുളപ്പുറത്ത് ആരും ഇതിന് സ്ഥലം കൊടുക്കുന്നില്ല. അന്ന് കോൺഗ്രസും ലീഗും തമ്മിൽ എതിരാണ് അല്ലേ? അത് കോൺഗ്രസിന്റെ അനുഭാവികളല്ല ലീഗ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു പ്രയാസം വിഷമൊക്കെ ഏത് പാർട്ടിക്കാരും ഉണ്ടാവും. അപ്പൊ ആ ഒരു സന്ദർഭത്തില് മുസ്ലിം ലീഗ് ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ പരിപാടികൾ പ്രദേശത്തൊക്കെ നടക്കണം. അപ്പൊ പുറത്തൊരു വെച്ചൊരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചു. അപ്പൊ അതിന്റെ പാർട്ടിന്റെ പ്രവർത്തകർക്ക് അതിനുവേണ്ടി നടന്നപ്പോൾ അവിടെ സ്ഥലം ആരും കൊടുക്കില്ല. മുസ്ലിം ലീഗിന് പരിപാടി നടത്താൻ സ്ഥലം കൊടുക്കണം. അപ്പോൾ ഇപ്പൊ ഒരു 15 സെന്റ് സ്ഥലം ഇവിടെ വിലക്ക് വാങ്ങിയിട്ട് ആ സ്ഥലത്ത് സമ്മേളനം നടത്തി. ഇതൊക്കെ ചരിത്രത്തിലുണ്ട്. അതൊക്കെ എനിക്ക് ഞാൻ അന്ന് അനുഭവം ഇല്ലെങ്കിലും പക്ഷെ അതിന് ശേഷം ആ സ്ഥലവും കാര്യമൊക്കെ ഇപ്പോഴും അടുത്തുവരെ നമ്മളെ കുടുംബക്കാരാണ് പിന്നെ അതിന്റെ ശേഷം അവിടെ ഒരു വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരിപ്പോഴും അവിടെ ഉണ്ട്. ആ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ റോഡ് വൈഡനിങ് ഈ NH 66ന്റെ വൈഡനിങ്ങിൽ ഇപ്പൊ വലിയ റോഡ് വരും. സാധാരണ യതീംഖാനകളിലൊക്കെ ഒരു 10ാം ക്ലാസ് വരെ, ഒരു 15 വയസ്സ് വരെയാണ് മക്കളെ നോക്കുക. പിന്നെ അവർ അനാഥപ്രായം കഴിഞ്ഞു എന്ന നിലക്ക് അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ 15 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ പിന്നെ ഒരു വലിച്ചെറിയപ്പെട്ട പോലെ ആയാണ്. കാരണം അവരുടെ ബന്ധങ്ങളും ഒന്നുമില്ല, അവരെ നോക്കാൻ പിന്നെ അവർക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ല. പക്ഷേ ഈ സ്ഥാപനത്തിൽ പിന്നെ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 മുതൽ പഠിക്കാനുള്ള സംവിധാനവും മറ്റെല്ലാ ഉയർന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ അല്ല സംവിധാനിക്കുന്നത്. ഇവിടെ അത് ആദ്യം തുടക്കത്തിലൊക്കെ ഈ സ്ഥാപനത്തിലും അതുപോലെ തന്നെയായിരുന്നു. SSLC കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകാറായിരുന്നു പതിവ്. ഞാനൊക്കെ സ്കൂളിൽ ഈ തിരുവരങ്ങാടി യതീംഖാനയുടെ കീഴിലുള്ള 1 മുതൽ പ്രീ ഡിഗ്രി വരെ ഈ യതീംഖാന സ്കൂളിൽ ഹൈസ്കൂളുകളിലും കോളേജിലൊക്കെയാണ് പഠിച്ച ആളാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് അനാഥത്തിൽ വളർന്നിരുന്ന വിദ്യാർത്ഥിനികളുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ അന്ന് ആ സമയത്ത്, അതായത് 70, 75, 80 കാലഘട്ടങ്ങളിൽ അത് ഇവിടെ SSLC കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാറായിരുന്നു പതിവ്. അതിന് ശേഷം പിന്നെ ഇവിടെ കോളേജിൽ ഡിഗ്രിയും ഡിഗ്രിയൊക്കെ വന്നതിന് ശേഷം ആ കുട്ടികൾ SSLC കഴിഞ്ഞ കുട്ടികളെ ഇവിടെ ഡിഗ്രിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയിലേക്കും ഡിഗ്രിയിലേക്കും PG വരെ ഇവിടെ പഠിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ളത്. അതുപോലെ തന്നെ നല്ല മാർക്കുള്ള കുട്ടികളെ യതീംഖാനയിൽ TTI പഠിക്കുന്ന ആവശ്യമായ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ആവശ്യമുള്ള കുട്ടികൾ അവരെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ അറബിക് കോളേജിൽ പോകുന്ന കുട്ടികൾ അറബിക് കോളേജിലൊക്കെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരു ജോലിയായിട്ടാണ് പോകുന്നത് അല്ലേ? ഒരു ജീവിത മാർഗമായിട്ട്. അത് കഴിയാത്ത കുട്ടികൾ MKH നഴ്സിംഗിലും ഇതിലൊക്കെ ഇപ്പോൾ യതീംഖാനയിലുള്ള കുട്ടികൾ പഠിച്ച് അവിടെ തന്നെ നഴ്സിംഗ് ജോലിയും ഒക്കെ നോക്കി വരുന്ന കുട്ടികളുണ്ട്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ക്വാളിഫിക്കേഷൻ നേടാൻ കഴിയാത്ത കുട്ടികൾക്ക് പ്യൂൺ പോസ്റ്റ് അതേപോലത്തെ ചെറിയ ജീവിക്കാനുള്ള മറ്റ് ഉപാധികൾ ഉണ്ടായി കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോളേജിൽ അതുപോലെ തന്നെ സ്കൂളുകൾ ഒക്കെ ഇതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വേണ്ടാത്ത ഹൈ ക്വാളിഫിക്കേഷൻ വേണ്ടാത്തതിലേക്ക് കോളേജിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് ഹൈസ്കൂളിലും കോളേജുകളിലൊക്കെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് അവർക്ക് പിന്നെ അപ്പോയിൻമെന്റ് നൽകാൻ അവർക്ക് നല്ല സർക്കാർ ശമ്പളം വാങ്ങി നല്ല രൂപത്തിൽ നിലവാരത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു അല്ലേ? നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ ജീവിച്ചു വരുന്നുണ്ട്. അപ്പം ഒരു അനാഥശാല എന്നതിനപ്പുറം ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മഹത്തായ മാതൃകയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് ജനങ്ങളുടെ സഹായമാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു സ്ഥാപനത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്നത് അത് ഇതിന് സംഭാവന ചെയ്യുന്ന ഒരാളുടെ ഒരു 5 രൂപയാണോ 100 രൂപയാണോ അതിലുണ്ടാകണം. അപ്പോൾ അത് ആ ഒരു സ്ഥാപനത്തിന് ആ രീതിയിൽ തന്നെ ഒരു യതീംഖാന സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ പക്ഷെ അത് സ്ഥാപനമൊക്കെ ഉണ്ടാക്കി തരാൻ ഒരാൾക്ക് തന്നെ കഴിയും. പക്ഷെ അത് ഒരാളാവുമ്പോൾ അത് അയാൾക്കുള്ളൊരു അവകാശമായിട്ട് മാറുമെന്നുള്ളൊക്കെ പേടി ആണൊക്കെ എനിക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതിന്
ഇതിന് സംഭാവന ചെയ്യുക, യത്തീംഖാനക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആ ആളുകൾക്ക് പിന്നെ ഈ ആളുകൾക്ക് എൻ്റെ ഒരു വിയർപ്പിന്റെ ഉള്ളിൽ യത്തീംഖാനന്റെ സ്ഥാപനത്തിൽ ഈ ബിൽഡിങ്ങിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ ഒരാള് മാത്രം എടുത്തു തന്നാല് അങ്ങനത്തെ പലതും ഉണ്ടാവും, ഒരാളെ സ്പോൺസറൊക്കെ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട പുതിയ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോളേജിലൊക്കെ കുറച്ച് കോഴ്സുകൾ കൊണ്ടുവരുന്നുണ്ട്, ഡിഗ്രി PG. ഇപ്പോ യത്തീംഖാനയിൽ ചേരാനുള്ള വലിയ പ്രയാസം ഒരുപാട് നിയമങ്ങളാണ്. അതുകൊണ്ട് ഒരു സാധാരണ സാധു കുട്ടിക്ക് ചേരാൻ കഴിയില്ല. അപ്പൊ ഹോസ്റ്റൽ നടത്തി ഞാൻ അവരോട് ചോദിച്ചു, സർക്കാരിനൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ഹോസ്റ്റൽ നടത്തിക്കോട്ടെ, യത്തീംഖാനല്ലാതെ. അപ്പൊ ഹോസ്റ്റൽ നടത്തിയാല് കുറെ പാവങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കുന്ന കമ്മിറ്റി ഉണ്ടല്ലോ ഇതിന്. കമ്മിറ്റിയുടെ ആലോചനയോടുകളൊക്കെ പറഞ്ഞു. ഒറ്റക്ക് ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഒറ്റയടിക്ക് ഒരുപാട് തീരുമാനം എടുക്കാൻ അധികാരം ജനറൽ സെക്രട്ടറി. അത് ജനറൽ ബോഡിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ ബോർഡിലൊക്കെ വെച്ചിട്ട് എല്ലാ തീരുമാനത്തിലൂടെ പോകാൻ പറ്റും. അപ്പൊ അതിനെനിക്ക് അതുപോലെ അതൊക്കെ ഞങ്ങളെ ഏത് പ്രൊജക്ട് വന്നാലും അത് നമ്മളെ ജനറൽ ബോഡി വർക്ക് പറ്റും, ജനറൽ ബോഡി പാസ്സാക്കണം. അപ്പൊ അതേമാതിരി ഇങ്ങനത്തെ ഇതൊക്കെ വരികയാണെങ്കിൽ ജനറൽ ബോർഡിൽ വെച്ച് അതിൽ ആള് കൂടെ ആലോചിച്ചുള്ള തീരുമാനം ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ അന്നേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അധികാരം ദൈനംദിന ഹോസ്പിറ്റലുകൾ കാര്യങ്ങളായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ദീന വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലൊക്കെ അത് ആ സ്ഥാപനങ്ങളിലെ പോയിട്ടുള്ള ആ കാര്യങ്ങൾ ഒരു മാനേജർ എന്നുള്ളതിൽ നടപ്പിൽ വരുത്തുക അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ പുതിയ പദ്ധതികളും കാര്യങ്ങളും വരേണ്ടത് ജനറൽ ബോർഡിൽ പാസ്സാക്കി എടുത്തിട്ട് തന്നെ പറ്റുള്ളൂ. പിന്നെ അങ്ങനത്തെ ആശയങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ചർച്ച ചെയ്യും. ആ റിക്വസ്റ്റ് എന്തെങ്കിലും ഏതായാലും റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പിന്നെ അതിൽ വെച്ച് ചർച്ച ചെയ്യും. അള്ളാഹു എല്ലാ വിധത്തിലും ഏറ്റവും ഉഷാറായിട്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സന്തോഷത്തിന് അനുഗ്രഹം.